പ്ലാസ്റ്റിക് മാലിന്യത്തെ ചെറുക്കാനുള്ള പോരാട്ടം ഇനിയും ഒരുപാട് മുന്നോട്ടു പോകാനുണ്ടെങ്കിലും ഒരു പരിധിവരെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതിൽ നിർണായക പങ്കാണ് കേരളത്തിലെ ഹരിതകർമ്മസേന വഹിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരായ കേരളത്തിന്റെ വനിതാ പോരാളികളുടെ പ്രവർത്തനവും അവർ നേരിടുന്ന പ്രതിസന്ധികളും അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. പത്തിയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കരികിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്, അവർക്ക് നിർദ്ദേശിക്കാനുള്ളത്, അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അവരെങ്ങനെ പറയുന്നു? വീണ, ഏറ്റവും പ്രധാനമായി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലൊട്ടാകെ തന്നെ വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യമാണ് ഈ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്നത്. അതിന് മാസം പഞ്ചായത്തിലേക്ക് ഒരു ചെറിയ ഫീസും ഈടാക്കുന്നുണ്ട്. എന്നാൽ അത് നൽകി ഇതിനോട് സഹകരിക്കാൻ ചില വീട്ടുകാർ മടിക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ പല പറമ്പുകളിലും ഇട്ട് പ്ലാസ്റ്റിക്കുകൾ കത്തിച്ചും മറ്റുമുണ്ടാക്കുന്ന വിഷപ്പുക, അത്തരം വലിയ നാടിനാകെ തന്നെ അപകടകരമായ വലിയ വിപത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇവർ നടത്തുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പത്തിയൂർ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരു മാസം 9 ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവർ ശേഖരിച്ചു മാറ്റുന്നത്. അത്തരത്തിൽ പരിസ്ഥിതിക്കാകെ ഗുണകരമായ ഈ പ്രവർത്തനം നടത്തുന്നതിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ വനിതകൾ ചെയ്യുന്നത് എത്രത്തോളം വലിയ ഗുണം ചെയ്യുന്നു ഈ പരിസ്ഥിതിക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ആ പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഏത് രീതിയിലാണ് അവരുടെ പ്രവർത്തനം, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് പ്രതിസന്ധി എന്നുള്ളത്. ഈ ഹരിതകർമ്മസേനയുടെ നിങ്ങളുടെ പ്രവർത്തനം എത്ര നാളായിട്ട് നടക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ പത്തിയൂർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങൾ 2 വാർഡിലെ അംഗങ്ങളാണ്. ഈ പത്തിയൂർ പഞ്ചായത്തിൽ 2018 മുതൽ ഞങ്ങൾ ഹരിതകർമ്മസേന പ്രവർത്തനം തുടങ്ങിയതാണ്. അതുപോലെ ആദ്യകാലങ്ങളിലൊക്കെ ആളുകൾ പ്ലാസ്റ്റിക് തരുന്നതിനോടൊക്കെ ഭയങ്കര വിമുക്തതയായിരുന്നു. ഇപ്പോൾ പിന്നെ ഞങ്ങൾ ക്രമേണ മാറ്റം സംഭവിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ആദ്യകാലങ്ങളിൽ 4 ടണ്ണൊക്കെ കയറ്റിക്കൊണ്ടിരുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങൾ 9 മുതൽ 10-11 ടൺ വരെ മാസം പ്ലാസ്റ്റിക് കയറ്റി വിടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഭരണസമിതിയാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് തരുന്നത്. പിന്നെ ഇതിന് ട്രെയിനിങ്ങും ഒക്കെ തന്നിരുന്നു. ട്രെയിനിങ് ഉണ്ടായിരുന്നു, ആദ്യകാലങ്ങളിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തരംതിരിക്കുന്നതിന് ആദ്യത്തേതിനെക്കാട്ടിലും ഇപ്പോൾ കൂടുതൽ രീതിയിൽ ഇത് പ്ലാസ്റ്റിക് തരംതിരിക്കേണ്ട ഐറ്റം 10-22 ഐറ്റമൊക്കെ വരും. അത് ഞങ്ങൾ 6-7 ഒക്കെ ദിവസം കൊണ്ട് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഞങ്ങളുടെ MCFകളിൽ വാർഡിലെ MCFകളിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ സ്റ്റോറേജ് ചെയ്യുന്ന വലിയ MCF പത്തിയൂർ ആറാട്ടുകുളങ്ങര വലിയ MCFിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾ പിന്നെ അത് സെഗ്രിഗേറ്റ് ചെയ്താണ് കയറ്റി വിടുന്നത്. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ പിന്നെ സെക്രട്ടറിമാരായാലും പ്രസിഡൻറ്റുമാരായാലും പിന്നെ HI പിന്നെ AS പിന്നെ നോഡൽ ഓഫീസർമാർ എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട്. നിങ്ങൾ വീടുകളിൽ നിന്ന് മാത്രമാണോ ശേഖരിക്കുന്നത്, അതേ മറ്റു പറമ്പുകളിലായാലും വ്യവസായ സ്ഥാപനങ്ങൾ, കടകൾ, അവിടുന്ന് എല്ലാം ശേഖരിക്കുന്നുണ്ടോ? ഉണ്ട്, വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. വീടുകളിൽ നിന്ന്, പറമ്പുകളിൽ അങ്ങനെയില്ല. നമുക്ക് നല്ല പ്ലാസ്റ്റിക് തന്നാലേ ഞങ്ങൾക്കത് കൊണ്ടുവന്ന് സെഗ്രിഗേറ്റഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അഴുക്കോ എന്തെങ്കിലും തരുവാണെങ്കിൽ ഞങ്ങൾ ആ വീട്ടുകാരോട് പറയും, ഇത് വൃത്തിയാക്കി അടുത്ത ടൈം വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിലാക്കി അത് തരണമെന്ന് അവരോട് ഞങ്ങൾ പറയും. അങ്ങനെ ഇപ്പോൾ എല്ലാ കടകളിലാണെങ്കിലും കടകളിലും എല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെ. നേരത്തെക്കാട്ടിലും ഇപ്പം ഞങ്ങളുടെ മാഡം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങളൊരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? എവിടുന്നെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും തരാൻ മടിക്കുന്നവരുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ സൗമ്യമായിട്ട് പറയും, ഞങ്ങൾ പിന്നെ ഇത് ഉപയോഗിച്ച ദോഷമാണെന്നൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ ഇപ്പോൾ കുറേ പേരൊക്കെ തരുന്നുണ്ട്. എന്നാലും മടിയുള്ളവരും ഉണ്ട് ഇതിനകത്ത്. എങ്ങനെ നിങ്ങളുടെ ഒരു പ്രവർത്തന സമയമൊക്കെ? സമയം 9 to 5. അത് കഴിഞ്ഞ് ഇത് തരംതിരിക്കുന്നതിനും ഒക്കെ ഈ സമയം തന്നെ. എത്രത്തോളം ഇത് ശേഖരിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി തോന്നാറുണ്ടോ? നാടിന് ഗുണപരമായ ഒരു കാര്യമാണ്. ഉണ്ട്. ഇതിൻ്റെ ചെല്ലുമ്പോൾ ഇതിന് പ്രതിഫലം ചോദിക്കാറുണ്ടല്ലോ വീട്ടിൽ, അത് കൃത്യമായി തരുന്നതിന് മടി, അങ്ങനെ അതിൻ്റെ പേരിൽ ഒഴിഞ്ഞു മാറുന്നവരുണ്ട്? അങ്ങനെ ഉണ്ട്, ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. അതുകൊണ്ട് അവർ പറയും പ്ലാസ്റ്റിക് ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഇല്ലെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പറയും ഇത് ഉപ്പോട്ട് കർപ്പൂരം വരെ പ്ലാസ്റ്റിക്കിലല്ലേ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ പേപ്പർ കൊണ്ട് പോയാൽ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ തുണിസഞ്ചിയും കൊണ്ട് പോയാൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നതെന്ന് പറയും. തുടർ നടപടി ഞങ്ങൾ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ HIയെ വിളിക്കുമ്പോൾ അവർ അന്നേരം ഫോണിൽ കൂടെ ആണെങ്കിൽ HI അന്നേരം തന്നെ അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അവർ തിരിച്ച് കടകളിൽ തന്നെ പ്ലാസ്റ്റിക് കൊടുക്കുമെന്ന് പറയും.
പറയും. അന്നേരം ഒഴിവാകാൻ ശ്രമിക്കുന്നവർ ഒഴിവാകാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇത് മൊത്തത്തിൽ ഇവരെ എല്ലാ വാർഡുകളിലും ഇവരെ ഏകോപിപ്പിച്ച് കൃത്യമായി പ്രവർത്തനം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എച്ച് ഐ എന്ന് പറയുന്നത് നല്ലൊരു പ്രവർത്തകയാണ്. ഇവിടെ പത്തൂർ പഞ്ചായത്തിൽ വന്നതിൽ ഏറ്റവും നല്ലൊരു പ്രവർത്തക, പിന്നെ സെക്രട്ടറി. ഇവർ രണ്ടുപേരുടെയും അതിന് പിന്നെ പ്രവർത്തനം കൊണ്ട് പത്തൂർ പഞ്ചായത്ത് 19 വാർഡുണ്ട്. പിന്നെ ഇപ്പോൾ 21 വാർഡാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ 19 വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പഴയ പോലല്ല, ഇപ്പോൾ ആൾക്കാർ കൂടുതൽ അവർക്ക് ബോധമായിട്ടുണ്ട്. ഇത് കൊടുക്കണം, കത്തിക്കരുത്, മറ്റു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്ത് തന്നെയായാലും മൊത്തത്തിൽ തന്നെ ഈ പത്തിയൂർ പഞ്ചായത്ത് നന്നായി നടക്കുന്ന, അതുപോലെ സംസ്ഥാനത്തുടനീളം തന്നെ ഹരിതകർമ്മസേന അത് ഏറ്റെടുത്തതോടെ വലിയ രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും സാധിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. വീണ. ഓക്കെ, ശരി സുധീഷ്.